ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് പൊതിച്ചോറ്. എന്റെ ഫ്രണ്ട്സിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ അവർ പറഞ്ഞ് ഇത് ഇവിടുന്ന് വാങ്ങിച്ചാൽ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ ഹോട്ടലിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പൊ വീണ്ടും കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ നമ്മുടെ ഇലപ്പതി എന്ന സംഭവം നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് പൊട്ടിച്ചുള്ള വിശേഷം നമ്മൾ ബാക്കി നമ്മൾ അറിയിക്കുന്നതായിരിക്കും. കഴിച്ചതിന് ശേഷം ബാക്കി അതിനെ കാട്ടി നമ്മുടെ ടേസ്റ്റും കാര്യങ്ങളും രുചിയും കാര്യങ്ങളും നോക്കി നമ്മൾ ബാക്കി വിശേഷം നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ബാക്കി വിശേഷം നമ്മൾ അതിന് തുറന്ന് വെച്ചിട്ട് ഓരോ ഇത് നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഈ ക്വാണ്ടിറ്റി നോക്കി, ഈ ക്വാണ്ടിറ്റി ഒന്നൊന്നര ക്വാണ്ടിറ്റി 2 പേർ കഴിക്കാവുന്ന മാക്സിമം നല്ല രീതിയിൽ കഴിക്കാവുന്ന 2 പേർ കഴിക്കുന്ന രീതിയിലുള്ള ക്വാണ്ടിറ്റി. അതുകൊണ്ട് 2 പേർക്ക് കഴിക്കേണ്ട പ്രശ്നമുണ്ട്. തീർച്ചയായിട്ടും 2 പേര് 3 പേർക്ക് കഴിക്കാതെ 3 പേർക്ക് നമ്മൾ 2 പേര് മാനോട് കഴിക്കുന്നുണ്ട്. അവിടെ എന്തൊക്കെയാ ഉള്ളത്? ഇവിടെ ഉള്ളെന്ന് പറയാൻ നമ്മൾ ഓരോ ദിവസം ഓരോ ഇതിലാണ്. ഇന്ന് കീരത്തോരൻ, ബീഫിന്റെ ഒരു വരട്ടിയത്, ബീഫ് വരട്ടിയത് ഒരു ശകലമുണ്ട്. പിന്നെ നമുക്ക് ഇത് വരുന്നത് പറഞ്ഞാൽ നമ്മുടെ മീൻ കറിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതിനകത്ത് ഉൾപ്പെടുത്തുക അതിന്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് മീൻ കറിയുടെ ഒരു ഭാഗം. എന്തൊക്കെ ചേർക്കാൻ മീൻ കറി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി? മീൻ കറി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇതെല്ലാം ഉൾപ്പെടുത്തുന്നത് തക്കാളി, കുടംപുളിയുണ്ട്, എല്ലാം നല്ല നാടൻ രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം കൂടി കഴിക്കാൻ പറ്റുമോ? നമുക്ക് കഴിക്കണല്ലോ, നമ്മളെല്ലാം കഴിക്കും. ഇതിനകത്ത് പപ്പടം വരുന്നുണ്ട്, സാമ്പാർ വരുന്നുണ്ട്, പിന്നെ നമുക്ക് മീൻകറി വരുന്നുണ്ട്. നല്ല അടിപൊളി നാളെ നമ്മുടെ നാടൻ സ്റ്റൈലുള്ള രസം. ഇതാണ് നമ്മുടെ ഹൈലൈറ്റ്, രസം. നമ്മുടെ അടിപൊളി ഹൈലൈറ്റ് പറഞ്ഞ രസമാണ്. ഈ രസം സംഭവം വെച്ചാൽ നല്ലൊരു ഇതാണ്. നമുക്ക് നോക്കിയാൽ രസം ചോദിച്ചു അത് എവിടെയാണ് സ്ഥലം പറഞ്ഞത്? നമുക്ക് ചാർജയില് അതുപോലെ നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് വെച്ചാൽ നമ്മുടെ ഷാർജ പാലക്കിന്റെ അടുത്താണ്. അപ്പൊ നമ്മുടെ താരകാലിന്റെ കത്തിയിലാണ്. നിങ്ങൾ വന്നിട്ടൊന്ന് ടേസ്റ്റ് നോക്കാം. കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കി വിഷയം ഒന്ന് അറിയിക്കുന്നത്. ഒന്നും ബാലൻസ് ഇല്ല. എന്നിട്ട് സാമ്പാർ വെച്ചല്ല ബാക്കി നമ്മളെല്ലാവരും ഒഴിച്ചു നിങ്ങൾ ഒഴിച്ചു കഴിഞ്ഞു. ഏകദേശം അവസാനം കൂട്ട് നമ്മൾ കഴിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുകയാണ്. ഇല്ലാതല്ല, പക്ഷെ നമ്മൾ കഴിച്ച കൂട്ടിനകത്ത് കുറെ ആളെ കാര്യം ഒന്നും വേറെ പറയാനുണ്ടോ. അവസാനം ഉപേക്ഷിച്ച് പോയ കുറെ കാര്യങ്ങൾ കൊണ്ട് ഇല്ലാതല്ല. നമുക്ക് വേണമെങ്കിൽ ഇവർക്ക് ഫോൺ നമ്പർ എല്ലാം പറഞ്ഞു കൊടുക്കുക. വേണമെങ്കിൽ വിളിച്ചവർക്ക് വിളിക്കട്ടെ. ഇത് കഴിച്ച മതിയാണ്. ഇത് കഴിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന ആ രുചി. ഒരു പായസം കഴിച്ച് ഫീൽ കിട്ടുന്നത് അത്രയ്ക്ക് അതിനകത്ത് എല്ലാ ക്വാണ്ടിറ്റി ഉണ്ടാവും. നമുക്കൊന്ന് പറയാൻ രസം, പിന്നെ മീൻകറി, പിന്നെ സാമ്പാർ, പപ്പടം, പിന്നെ ബാക്കിയുള്ള തോരൻ ഐറ്റംസ് മൊത്തം, ചിക്കൻ ഫ്രൈ, കൂൾഡ്രിങ്കിന് വരും നമുക്ക്, അല്ല ഫ്രൈക്ക് വരും നമുക്ക് ഗോൾഡേക്ക്, ഒരുപാട് ഐറ്റംസ് ഉൾപ്പെടുത്തിക്കൊണ്ട് പൊതിച്ചോറ്. എന്റെ പോനെ വേറെ ഒന്നും എനിക്ക് പറയാം. വളരെ അടിപൊളി വെറുത്താണ്. ഇല്ല വെറുത്തിന്റെ രുചി, ആ രുചി കാര്യത്തിരിക്കുന്നു വേറെ ഒന്നും പറയാം. നമ്മൾ അവസാനത്തെ രുചിയാണ് ഞാൻ പറഞ്ഞത്. ഈ അവസാനത്തെ രുചിയാണ് ഇവിടെ കാര്യങ്ങൾ. നമ്മൾ ഈ കഴിച്ചതിന്റെ എടുത്തതിന്റെ എല്ലാം നമ്മൾ അവസാനം തൂത്ത് പഠിച്ച് നമ്മൾ എടുക്കാന്ന് പറയില്ല. നമ്മൾ ആ ഒരു രീതിയിലുള്ള ഇതാക്കി വെച്ചു. നമ്മൾ അത്രയ്ക്ക് നല്ല അടിപൊളി അത് കുഴമ്പ് വരെ നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾ മനസ്സിലാവും എത്രത്തോളം രുചികരമായിട്ടുള്ള കാര്യം അതിനകത്തോളാണ്. കഴിച്ചു കഴിഞ്ഞാൽ ആരായാലും ഉറപ്പായിട്ടും ഇത് ഒരിക്കലും മിസ് ചെയ്യത്തില്ല, എടുക്കത്തില്ല. നിങ്ങൾ എത്രത്തോളം ട്രൈ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ട്രൈ ചെയ്യുക. ഇവിടുത്തെ പൊതിച്ചോറ് എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ ട്രൈ ചെയ്യാൻ. ഞാൻ കഴിച്ചതിന് വയറ് നിറഞ്ഞിരിക്കാൻ വയ്യ. കാരണം ഞങ്ങൾ ഓൾറെഡി 3 പേര് അല്ലെങ്കിൽ 2 പേര് ഞങ്ങൾ ഓൾറെഡി ആവശ്യം പോലെ കഴിച്ചു. ഞാൻ പറയാം ഒന്നും കഴിച്ചില്ല. അപ്പൊ ഞാൻ അത്രത്തോളം മാക്സിമം കഴിച്ചിട്ടാണ് എനിക്കിതില്ല എന്നല്ല. അപ്പൊ അത്രത്തോളം കഴിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ ആ രുചി പറഞ്ഞല്ലോ. നമ്മൾ ഈ ഒരു വേറെ ആരും ഉൾപ്പെടുത്തില്ല എന്നല്ല, ആരും ഉൾപ്പെടുത്തില്ല. ഒറ്റ നമ്മൾ കഴിച്ചു ഇല്ല എന്നല്ല. അപ്പൊ അത്രയ്ക്ക് നമ്മളെ ആ ഒരു സംഭവം നമ്മുടെ കഴിച്ചൊരു വ്യക്തി, നമ്മുടെ വോട്ട് കഴിച്ച വ്യക്തിയാണ് ഈ സംഭവം. ഈ വ്യക്തി നമ്മുടെ കൂട്ടത്തിൽ നമ്മളെ സഹകരിക്കാൻ, അതായത് നമ്മുടെ ഈ ഒരു സംഭവത്തിലേക്ക് സഹകരിച്ച് നമുക്ക് പ്രോത്സാഹനത്തിന് വേണ്ടി വന്ന വ്യക്തിയാണ്. പുള്ളി കഴിച്ചു നോക്കിയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. ആ രുചി വിട്ടുമാറുന്നില്ല, ഇപ്പോഴും വിട്ടുമാറുന്നില്ല. ഇതായിട്ട് നമ്മൾ ഇതാക്കുകയാണ്. അപ്പൊ നമ്മള് വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. നമ്മൾ ആ രുചി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഈ ഒരു ക്വാണ്ടിറ്റി നമ്മളിപ്പോ ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ സംഭവം രസം, മറ്റുള്ള സാമ്പാർ, മറ്റുള്ള മീൻകറി, അല്ല തേങ്ങ അരച്ചത്, മറ്റുള്ള എങ്ങനെയാണ് ഓരോ ദിവസം ഓരോ ചീരത്തോരന്, അല്ലെങ്കിൽ കോളിഫ്ലവർ തോരന്, ആലുകൾ പയർ തോരന്, അങ്ങനെ ഓരോ ദിവസം ഓരോരോ കാര്യങ്ങളായിരിക്കും. പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, നമുക്ക് നാളെ ചെല്ലി എന്ത് കിട്ടുന്നുണ്ടോ അത് നമ്മൾ എത്രത്തോളം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അത്രത്തോളം പ്രൊവൈഡ് ചെയ്തിരിക്കും. അതൊക്കെ ചേർക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്ത് ഈ ഒരു ഇതാണ്. അപ്പൊ നമ്മൾ തുടർന്നുള്ള വിഷയം നമ്മൾ ഉറപ്പായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇഷ്ടപ്പെട്ട് നമ്മൾ വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ പൊതിച്ചോറ്, അതായത് നമ്മുടെ പൊതിച്ചോറിനകത്ത് വരുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഒന്നി ബോയിൽഡൊക്കെ, അല്ലെങ്കിൽ മറ്റുള്ള മുട്ട പൊരിച്ചത്, അല്ലെങ്കിൽ നമ്മൾ ആ രീതിക്ക് തോരന്, സാമ്പാർ, രസം, ഇപ്പം നമ്മൾ എങ്ങനെ കൂടി കഴിച്ചത് മീൻകറി, പിന്നെ ചിക്കൻ ഫ്രൈ, ആ ഒരു ചിക്കന്റെ ബീഫിന്റെ കുറച്ചൊരു ചെറിയൊരു കൂട്ട്, അതായത് കൂട്ട് എന്ന് പറഞ്ഞാൽ 1.5 കൂട്ടാണ്. അത്
ഒന്ന് കൂട്ടി പിടിച്ചാണല്ലോ, അതൊന്നും വേറെ ഒന്നും പറയാനില്ല. അല്ല അതെ, ശരിയാണ്. ആ ഭക്ഷണം ഒന്ന് കൂട്ടിക്കുഴച്ച് തിന്നുന്ന ടേസ്റ്റ് നമ്മുടെ സ്വന്തം കടയാണ് മാത്രം വളരെ ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ സ്വന്തം കടയാണ് മാത്രം നമ്മൾ പറയല്ല, നിങ്ങൾ എല്ലാവരും വന്ന് ടേസ്റ്റ് നോക്കുന്നത്. ഇവിടെ ഒരുപാട് പേര് ടേസ്റ്റ് ചെയ്തതിന്റെ പേരിൽ മാത്രമാണ് ഞങ്ങൾ നിങ്ങളെല്ലാം പ്രേക്ഷകരെ അറിയിക്കണം എന്നൊരൊറ്റ പേരിൽ മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു ഫോൾട്ട് അല്ല മറ്റുള്ള ഇത് ഞാൻ ഒരു ദിവസം ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് പൊതിച്ചോറ്. എന്റെ ഫ്രണ്ട്സിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ അവർ പറഞ്ഞ് ഇത് ഇവിടുന്ന് വാങ്ങിച്ചാൽ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ ഹോട്ടലിൽ നിന്നാണ് വാങ്ങിച്ചത്. പറഞ്ഞു വീണ്ടും കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഫുഡ് എത്ര വേണമെങ്കിലും കിട്ടും, അതിന് പ്രശ്നമില്ല. വളരെ ഇഷ്ടപ്പെട്ടു, അവരുടെ ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ അവർ വരാൻ നിൽക്കുകയാണ് ഈ ഫുഡിന് വേണ്ടി. മാക്സിമം എത്തിക്കാനും എടുക്കാനും നമ്മളൊരു സറൗണ്ട് ഉണ്ട്, നമ്മൾ ആ സറൗണ്ടിനകത്ത് എവിടെ വേണമെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, എടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക. അത്ര വീഡിയോ വരുമ്പോൾ നമുക്ക് കാണാം.